അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. റിയാദുസ് സ്വാലിഹീൻ ഇതിലെ 32ാമത്തെ ബാബ്. മുസ്ലിമീങ്ങളിൽ നിന്ന് പാവപ്പെട്ട ആൾമാർ, ഫക്കീർമാർ, മിസ്കീൻമാർ അങ്ങനെ സ്ഥാനത്തെ വിവരിച്ചു വന്നുകൊണ്ടുള്ള ഹദീസായിട്ട് അതിൽ നിന്നുള്ള കുറെ ഹദീസുകൾ അങ്ങനെ വിവരിച്ചു. ഇതിന്റെ ഇപ്പൊ 257ാമത്തെ ഹദീസ്. വഅൻഹു ഖാല ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഹദീസ് റിപ്പോർട്ട് ആക്കി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങ ചന്ത് റുബാഷ് അസ, എത്ര ആളുമാർ മുടി ജടക്കെട്ടിയേക്കെത്താൾ ചെന്നെങ്കിൽ അങ്ങനെട്ടിയ തലക്ക് എണ്ണ ഇട്ടിട്ട് അത് തലയുടെ മുടി ഭാര്യയോണ്ടിക്കല് എണ്ണയുടെ അതിരെ അങ്ങനെ ചെന്നെങ്കിൽ അതിര് തലയുടെ മുടിക്ക് എണ്ണ ഇട്ടിട്ട് മുടി ഭാര്യയോണ്ടും മുടിയുടെ ചന്താക്കടതൊക്കെ അങ്ങക്ക് സമയമില്ല. അങ്ങ് മുടി ചന്താക്ക പോണ്ടില്ല. അപ്പൊ മുടി എന്തായിട്ട് ജട കെട്ടിയിട്ടുണ്ട്. അത് അത്ര ഭാര്യ നീട്ടായിട്ട് വെച്ചിട്ടില്ല. അങ്ങനത്തെ ആൾമാർ അക്ബറ പൊടിതൂര് പറഞ്ഞ ചെന്നെ അങ്ങ് ശരീരത്തെ ചന്താക്കിടതിൽ അങ്ങ് ഇല്ല. പിന്നെ മധുഫുഇൽ അബ്വാബ്, മധുഫുഇൽ ബിൽ അബ്വാബ്, വായിൽ കട പോയെങ്കിൽ ഓടുവാട്ടത് അങ്ങനെ ചെന്ന കടത്തറ നീ പോർ വന്നിട്ട് അങ്ങനത്തെ ആൾമാർ. ലൗ അഖ്സമ അലല്ലാഹി ലഅബറ, അള്ളാന്റെ അടുക്കൽ അങ്ങ് സത്യമായിട്ട് ചൊന്നേക്കണ്ടെങ്കിൽ ഒരു കാര്യം അള്ളാഹ് അത് നടപ്പിലാക്കണേ. അപ്പൊ എന്താ ഈ ഹദീസിൽ ചൊന്നത്? അങ്ങക്ക് തടിയുടെ ശുദ്ധിയാക്കുന്നതിലോ മുടി പാറുന്നതിലോ തടി ചന്താക്കുന്നതിലോ അങ്ങക്ക് പുസ്തത്തില്ല. അങ്ങ് എപ്പോഴും അള്ളാഹുടെ ദിക്റുമായി ദ്വാറന്നോട്ടും അള്ളാഹുടെ ഇബാദത്തുമായിട്ടും അത് കൽബ് ശുദ്ധിയാക്കുന്നതിൽ അങ്ങുള്ളവർ അങ്ങനത്തെ എത്രത്തെ ആൾമാർ. പക്ഷെ കാണുക അങ്ങ് വലിയ ഡ്രസ്സില്ല, കാണുക അങ്ങനെ അടുക്ക മനുഷ്യന്മാരെ ബായൽക്കട പോയി ആരും സ്വീകരിക്കില്ല. അങ്ങനെ പിന്നെ കുളിച്ചിട്ട് ഇതെല്ലാം വൃത്തിയായി നടക്കണമെങ്കത്തെ സമയം അങ്കില്ല. അങ്ങൊക്കെ കൽബ് ശുദ്ധിയാക്കുന്നതിലും അള്ളാഹു ഇബാദത്തിലായിട്ട് ചെലവഴിക്കും താളുമാർ. പക്ഷെ അള്ളാഹിന്റെ അടുക്കൽ വലിയ സ്ഥാനമില്ല. അങ്ങനെന്തെങ്കിലും ഒരു കാര്യം സത്യമായിട്ടിട്ട് അള്ളാഹുടെ ഇങ്ങനെ ആവണം ചെന്നെങ്കിൽ അതപ്പാവിടൂ. അള്ളാഹു അത് നടപ്പിലാക്കാൻ അള്ളാഹിന്റെ അടുക്കൽ അങ്ങ് അത്ര വിലയുണ്ട്. അപ്പോ അങ്ങനത്തെ മനുഷ്യന്മാരുടെ അടുക്കൽ എനിക്ക് സ്ഥാനമില്ല. പക്ഷെ അള്ളാഹിന്റെ അടുക്കൽ അപ്പൊ അള്ളാഹിന്റെ അടുക്കൽ അങ്ങ് വലിയ സ്ഥാനമുണ്ട് എന്നർത്ഥം. റവാഹു മുസ്ലിം. അപ്പൊ മനുഷ്യന്മാരൊക്കെ ഇങ്ങനെ എന്തായാലും എന്തും ഇല്ലാത്ത മനുഷ്യന്മാരുടെ അടുക്കൽ എനിക്ക് വിലയില്ല. ഹദീസ് നമ്പർ 258. വൻ ഉസാമ റളിയല്ലാഹു അൻഹു അനി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖാല. മഹാനായ ഉസാമ റളിയല്ലാഹു അൻഹു ഹദീസ് റിപ്പോർട്ട് ആക്കടെ. ഉസാമ റളിയല്ലാഹു അൻഹു ചെല്ല് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആത്തങ്ങ ചെന്ന് ഖുംതു അലാ ബാബിൽ ജന്ന, സ്വർഗത്തെ ബായിൽ ഞാൻ നിന്റെ. ഫൈദ ആമതു മൻ ദഖലഹ അൽ മസാകീൻ, ആ സ്വർഗത്തിൽ കടന്നതിൽ വെച്ച് യാറത്ത് ആളുമാറും മിസ്കീൻമാറാ. അസ്ഹാബുൽ ജദ്ദി, സമ്പത്തുള്ള ആളുമാർ മുതലുള്ള ആളുമാർ മഹ്ബൂസുന, അങ്ങനെ ഹബസ് ചെയ്യപ്പെട്ടു, ബന്ദ് ചെയ്യപ്പെട്ടു, അങ്ങ് സ്വർഗത്തിൽ എത്തിയിട്ടില്ല. ഗൈറ അന്ന അസ്ഹാബന്നാരി, നരകക്കാർ കത് ഉമിറ ബിഹിം, അങ്ങനെ നരക ഇലന്നാർ, അങ്ങനെ നരകത്ത് ഇടകൊണ്ട് കൽപ്പിക്കപ്പെട്ടു. നരകക്കാരോട് പിടിച്ചു വെക്കില്ല, ആലെ നരകത്തിയിട്ടുള്ളത്. സ്വർഗത്തിൽ യാറത്ത് ആൾമാർ മിസ്കീൻമാറാ. പക്ഷെ ഈ സമ്പത്തുള്ള ആൾമാർ ഇനിയും സ്വർഗത്തിൽ എത്തിയിട്ടില്ല. ചെന്നാങ്ങ് സ്വർഗക്കാര് സ്വർഗത്തിൽ എത്തിയിട്ടില്ല. ചെന്ന ഇങ്ങനെ കണക്കെല്ലാം തീരെ കൊണ്ടു. ഒക്കുംചല ബാബിന്നാർ, നരകത്തെ ബായിൽ നാണിന്റെ. ഫൈദ ആമത്തു മൻ ദഖല അന്നിസാ, സ്വർഗത്തിൽ നരകത്തിൽ കടന്നതിൽ യാറത്തങ്ങും പെണ്ണുങ്ങളായിട്ട് കിടന്നു. മുത്തഫഖുൻ അലൈഹി. ഈ ഹദീസിൽ ഉപയോഗിക്കുക ജദ് എന്ന പദം, വൽ ജദ് ബി ഫത്തിൽ ജിമി അൽ ഹല്ലു വൽ ഗിന, അതായത് ഹല്ലുടയങ്ങ, സമ്പത്തുടയങ്ങ, അങ്ങനെയുള്ള ആൾമാർ. മഅബൂസൂന എന്നതിനർത്ഥം അങ്ക് ലം യുദന ലഹും ബഅദു ഫീ ദുഖൂലിൽ ജന്ന, സ്വർഗത്തിൽ കടക്കൽ അങ്ക് അനുമതി നൽകപ്പെട്ടിട്ടില്ല എന്ന്. അപ്പോ എന്താറ്റിക്കട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങ ഈ ഹദീസിൽ ചെന്ന് ഞാൻ സ്വർഗത്തേക്ക് നോക്കിയപ്പോ, സ്വർഗത്തെ ബായിൽ നിന്റെ സ്വർഗക്കാരെ ഞാൻ നോക്കിയപ്പോ അള്ളാഹു യാറത്ത് ആളുമാരെയും മിസ്കീൻമാരെ ഇട്ടിക്കട എനിക്ക് കാട്ടിത്തന്നത്. നരകക്കാരെ കൊണ്ട് ഈ നരകത്ത് ഇട്ടിട്ടായിട്ട് അതേ സമയത്ത് സ്ഥാനവും പിന്നെ സമ്പത്തുള്ള ആളുമാർ അങ്ങനെ ബന്ധ ചെയ്യപ്പെട്ടു. അങ്ങനെ സ്വർഗത്ത് പോണത്തരെ അങ്ങനെ അങ്ങക്ക് ഇനിയും അനുമതി കിട്ടിയിട്ടില്ല. അപ്പൊ മിസ്കീൻമാർ പെട്ടെന്ന് സ്വർഗത്തിൽ എത്താറ്. ചെന്നാൽ അങ്ങക്ക് വലിയ കണക്കെന്ത് കൊടുക്കുകയില്ല. അപ്പോ
അങ്ങക്ക് എന്തില്ല വേഗ സ്വർഗത്തിൽ എത്തുകയുള്ളൂ. അപ്പൊ ഇതായിട്ട് മിസ്കീന്മാർ പാവപ്പെട്ട ആൾമാരെ സ്ഥാനം അള്ളാന്റെ അടുക്കൽ. അപ്പൊ സമ്പത്തുള്ള ആൾമാർ ഈ വിഷയവുമായി സംബന്ധപ്പെട്ട ഒരുപാട് ഹദീസുകൾ ഞങ്ങൾ മുന്നിൽ വിവരിച്ചിട്ടായി. അതിലൊക്കെ ചെന്നത് പാവപ്പെട്ട ആൾമാരെ സ്ഥാനം. അതേ സമയത്ത് പണക്കാരെല്ലാവരും, പൈസ ഉള്ള എല്ലാ ആൾമാരും, സ്ഥാനമുള്ള എല്ലാ ആൾമാരും കീഴായിട്ട് അങ്ങനെ കാണണ്ട. അങ്ങക്ക് മിസ്കീന്മാർക്ക് മൊത്തത്തിൽ എന്തുണ്ട്, അള്ളാന്റെ അടുക്കൽ സ്ഥാനമുണ്ട്, ബഹുമാനമുണ്ട്, ആഖിറത്തിൽ അങ്ങ് സ്വർഗത്തിൽ പെട്ടെന്നെത്താം. അതേ സമയത്ത് സ്ഥാനമുള്ള ആൾക്കാർ അങ്ങ് അങ്ങനെ സമ്പത്ത് കൊണ്ട് നല്ലതൊക്കെ ചെലവാക്കി അങ്ങ് വലിയ പദവി കരസ്ഥമാക്കി അങ്ങും ഇക്കിടാറ്. അപ്പൊ അങ്ങക്ക് ആഖിറത്തില് ഈ സമ്പത്തും സ്ഥാനം ഉള്ളത് കൊണ്ട് അങ്ങനെ ഹിസാബത്തിൽ കൂട്ട്. പാവപ്പെട്ട ആൾമാർക്ക് അത്രയൊന്നും കണക്ക് കൊടുക്കേണ്ട ആവശ്യമില്ല, അങ്ങ് പെട്ടെന്ന് സ്വർഗത്തിൽ എത്തുறாரு. അപ്പോ മുസ്കീന്മാർ, പാവപ്പെട്ട ആൾമാർ അങ്ങ് അള്ളാന്റെ അടുക്കൽ സ്ഥാനമുണ്ട്. ഇപ്പോ സമ്പത്തുള്ള ആൾമാരിൽ തന്നെ വലിയ വലിയ സ്ഥാനത്തിൽ നിന്ന് ആൾമാരുള്ള അമ്പിയാക്കന്മാരിൽ നിന്ന് തന്നെ രാജാക്കന്മാരായെങ്കിലേ സുലൈമാൻ നബി അലൈഹി സ്വലാം, ദാവൂദ് നബി അലൈഹി സ്വലാം, അങ്ങൊക്കെ വലിയ വലിയ ആൾമാർ തന്നെ. പക്ഷെ അങ്ങ് വലിയ സമ്പത്തും സ്വത്ത് ഇന്നേം കണ്ടെങ്കിലും ഒരു പാവപ്പെട്ട ഒരു മിസ്കീന് ജീവിക്കും പോലെ തന്നെ ആയിട്ട് അങ്ങ് ജീവിച്ചത്. അങ്ങനെ സമ്പത്തൊക്കെ അങ്ങ് ദീനക്ക് വേണ്ടി ചെലവാക്കിയത്. അങ്ങനെ എത്രയോ വലിയ മുതലാളിമാരുള്ള സമ്പത്തിനെ ഉള്ള നല്ല നല്ല ആൾമാരിൽ നിന്ന്. അതേ സമയത്ത് സമ്പത്ത് കൂടുമ്പോ യാറത്തെ ആൾമാർക്കും എന്താണ് വടക്ക് കൂട്ടുക എന്നുള്ളത് സാധാരണ കാണ്ട ഒന്നായിട്ടില്ല. അപ്പൊ അതുകൊണ്ടിട്ട് ഞങ്ങൾ എന്താക്കണ്ട, ഒരു സമ്പത്തുള്ള ആക്കത്തിനെ കണ്ടിട്ട് കൊണ്ട് നരകത്ത് കണ്ട് ഞങ്ങൾ ചൊല്ലുക തീരുമാനമാക്കോ പോകണ്ട. ഒരു പാവത്തെ കൊണ്ട് കണ്ടിട്ട് കൊണ്ട് സ്വർഗത്ത് കൊണ്ട് ചൊല്ലുക പോകണ്ട. അതൊക്കെ അള്ളാഹു വിട്ടത്. നന്ന മനസ്സിലാക്കുക, ആൾമാരുടെ പേരും പ്രസക്തിയുള്ളവൻ മാത്രമേ അള്ളാന്റെ അടുക്കൽ സ്വീകരിക്കപ്പെട്ടവൻ എന്ന് മനസ്സിലാക്കണ്ട. ജനങ്ങളുടെ സ്ഥാനം ഇന്നവനെ അള്ളാന്റെ അടുക്കൽ സ്ഥാനം ഉള്ളവനുണ്ട് മനസ്സിലാക്കണ്ട. ജനങ്ങളുടെ പാവപ്പെട്ട ആൾക്കാർ അള്ളാന്റെ അടുക്കൽ ഏറ്റവും അടുത്ത ആൾമാരുള്ളത്. അതേ സമയത്ത് സമ്പത്തും ഇന്ന ആൾമാരിൽ നിന്നും അള്ളാഹുവിന്റെ അടുക്കൽ അടുത്ത ആൾമാരും ഉള്ളത്. അപ്പൊ മിസ്കീന്മാർക്ക് സ്ഥാനമുണ്ട് എന്ന് മാത്രം ഞങ്ങൾ എന്താക്കുക മനസ്സിലാക്കുക. അല്ലാണ്ട് ഞങ്ങൾ ഓരോരുത്തരെ കണ്ട് വിലയിരുത്തുകയോ സർട്ടിഫിക്കറ്റ് കൊടുക്കുകയോ അത് ഞങ്ങൾക്ക് ആവശ്യമില്ല. ഓ സ്വർഗത്തുകോ നരകത്തുകോ വ്യക്തിയെ കുറിച്ച് ഒരിക്കലും ഞങ്ങൾ ചർച്ച ചെയ്യുക ആവശ്യമില്ല. ചർച്ച ചെയ്യുക തീരാ. ഞങ്ങൾ മൊത്തത്തിലുള്ള സംഭവമായിട്ട് കിടച്ചുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിവരിച്ചിരുന്നത്. അപ്പോൾ അള്ളാന്റെ അടുക്കൽ സ്ഥാനം വേണമെങ്കിൽ മനുഷ്യന്മാരുടെ അടുക്കൽ സ്ഥാനം വേണമെന്ന് എന്തുമില്ല. അള്ളാഹു റബ്ബ് സുബ്ഹാനഹു വ തആല അടുക്കൽ സ്ഥാനം ഉണ്ടാവണമെങ്കിൽ ഈമാനും തഖ്വയും വേണം. അതുണ്ടോ എന്ന അള്ളാന്റെ അടുക്കൽ സ്ഥാനമുണ്ട്. ചില ആൾമാർക്ക് മനുഷ്യന്മാരുടെ അടുക്കൽ സ്ഥാനമേ ഇല്ല. അതേ സമയത്ത് അള്ളാന്റെ അടുക്കൽ വലിയ സ്ഥാനം ഇന്നങ്ങ അങ്ങെങ്കാലും അള്ളാഹുടെ അടുക്കൽ സത്യമായിട്ടിട്ട് ഒരു കാര്യം ചൊന്നാൻ കണ്ടെങ്കിൽ അള്ളാഹു റബ്ബ് സുബ്ഹാനഹു വ തആല നടപ്പിലാക്കുക. എത്രയോ വലിയ മഹാന്മാർ അങ്ങനത്തെ ഉള്ളവർ. പക്ഷെ അങ്ങക്ക് കാണുമ്പോ എന്താ അങ്ങനെ തലമുടിമാരുടെ ഡ്രസ്സ് നല്ല ആക്കിടതലോ അതൊന്നും അങ്ങക്കില്ല. അങ്ങ് ഒരു ഹാലിലേക്ക് ഇടറ്, അങ്ങ് വേറൊരു അവസ്ഥയിലേക്ക് ഇടറ്. അങ്ങ് അള്ളാഹുമായി പോലും ദിക്ർ അങ്ങനെ കൽബ് എപ്പോഴും അള്ളാഹുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. അങ്ങേപോലെ അങ്ങനെ കൽബ് അള്ളാഹുടെ ചിന്തയിലേക്ക് അങ്ങ് അതിൽ മാത്രം അങ്ങക്ക് ഈ ശരീരത്തെ ഈ ചന്താക്കിടതിലോ മുടിപാറതിലോ ഡ്രസ്സ് നല്ലത് ഇട്ടതിലോ അങ്ങ് ഒരു ചിന്തയുമില്ല. അങ്ങ് കൽബ് ശുദ്ധിയാക്കുന്നത്. അങ്ങനത്തെ എത്രയോ വലിയ മഹാന്മാരുള്ളത്. അള്ളാഹു റബ്ബ് സുബ്ഹാനഹു വ തആല സജ്ജനങ്ങളിൽ സ്വാലിഹീങ്ങളിൽ ഞങ്ങൾ എല്ലാവരെയും പെടുത്തി അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.